എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അത് അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം അതൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. അത് യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉള്ള കാര്യം അറിയുന്നത്. അതിൻ്റെ പേര് യൂട്യൂബ് ക്രിയേറ്റ് എന്നാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും യൂട്യൂബ് ക്രിയേറ്റ്. ഈ യൂട്യൂബ് ക്രിയേറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ലോങ് വീഡിയോസ് എബോവ് 1 മിനിറ്റ് ഉള്ള വീഡിയോസ് ഇടുന്നതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ക്രിയേറ്റ് എന്ന ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൽ നമ്മൾ സാധാരണ VN എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷനൊക്കെ പോലെ തന്നെ അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ക്രിയേറ്റ്. യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ക്രിയേറ്റ്. ഫോണിൻ്റെ അതായത് യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ ഒരു പ്ലസ് ചിഹ്നം കാണും. ആ പ്ലസ് ചിഹ്നത്തെ തൊടുമ്പോൾ ഫോണിൻ്റെ ഗ്യാലറിയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ വീഡിയോസ് കിടക്കുന്ന ഗ്യാലറിയിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് 1-2 മൾട്ടിപ്പിൾ വീഡിയോസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് എന്ന് അവിടെ കാണാൻ സാധിക്കും. അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റിലേക്ക് വരികയാണ്. ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫിൽറ്ററുണ്ട്, ഒത്തിരി ഫിൽറ്ററുകളുണ്ട്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം, വിൻറ്റേജ് ആക്കാം, ഗോൾഡൻ ആക്കാം, അങ്ങനെ ഒത്തിരി ഫിൽറ്ററുകളുണ്ട്. ഈ ഫിൽറ്ററുകൾ വേണമെങ്കിൽ കൊടുക്കാം. പിന്നീട് അടുത്ത സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എഫക്ട്സ് ആണ്. ധാരാളം എഫക്ട്സുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് അഡ്ജസ്റ്റ് ആണ് പിന്നീടുള്ള അഡ്ജസ്റ്റ്. അതായത് നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഷാർപ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ സ്പീഡുണ്ട്, ആ വീഡിയോയുടെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഫാസ്റ്റ് ആക്കണേ ഫാസ്റ്റ് ആക്കാം, സ്ലോ ആക്കണേ സ്ലോ ആക്കാം. പിന്നീട് ആ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാം. അതായത് നമ്മളെ എടുത്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ വലിയ വീഡിയോ, അത് 1 മിനിറ്റ് മുകളിലുള്ള വീഡിയോ ഹൊറിസോണ്ടലായിട്ടാണ് എടുക്കുന്നത്. അതിനെ ഹൊറിസോണ്ടലിനെ വെർട്ടിക്കലാക്കാനും സാധിക്കും. അതിനെ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ്റെ അകത്താണ് സാധിക്കുന്നത്. പിന്നീട് ഒരു രസകരമായ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർലേ ആണ്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ സപ്പോസ് യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ചൊരു വീഡിയോ പറയുമ്പോൾ അതിൻ്റെ അനലിറ്റിക്സ്, അത് ഏതെങ്കിലും ഒരു അനലിറ്റിക്സ്, ഏത് കൺട്രിയിലുള്ളവരെ ഈ വീഡിയോ കണ്ടത് എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, നമ്മൾ നേരത്തെ ഫോണിൽ എടുത്തു വെച്ച ഒരു സ്ക്രീൻഷോട്ട് ഈ ഓവർലേ എന്ന ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ആ പിക്ചർ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. വീഡിയോയിലൊക്കെ ഒരു ഫോട്ടോ ആ കൂട്ടത്തിൽ കിടക്കുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഓവർലേ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ വഴിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഓവർലേ നമുക്ക് ഇടുമ്പോൾ ഇപ്പോൾ 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന 5-ാമത്തെ മിനിറ്റിലാണ് ഞാനൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആ സ്ക്രീൻഷോട്ട് ആ 5-ാമത്തെ മിനിറ്റിൽ എനിക്കിത് ഇടണം. കാരണം ഞാൻ 5-ാമത്തെ മിനിറ്റിലാണ് ഞാനിത് പറയുന്നത്. ആ 5-ാമത്തെ മിനിറ്റും 6 മിനിറ്റ് വരെ ആ ഓവർലേ ചെയ്ത പിക്ചർ അവിടെ കാണണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫ്രമും ടൂവും കൊടുത്തിട്ട് ആ ഓവർലേ ആ പിക്ചർ നമുക്കവിടെ ഇടാൻ സാധിക്കും. ഞാൻ ആ 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയാണ് ആ പിക്ചറിനെ കുറിച്ച് പറയുന്നതെങ്കിൽ ആ പറയുന്ന സമയത്ത് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ആ സമയത്ത് നമുക്കവിടെ ഓവർലേ ചെയ്യാൻ സാധിക്കും. പിന്നീട് ടെക്സ്റ്റാണ്. നമ്മൾ ത്രൂ ഔട്ട് ആ വീഡിയോയിൽ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു ഫോൺ നമ്പർ കൊടുക്കണം, നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കണം. ആ വാട്സപ്പ് നമ്പർ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് ഇതുപോലെ തന്നെ ഇനി 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 1-ാമത്തെ മിനിറ്റ് മുതൽ 10-ാമത്തെ മിനിറ്റ് വരെ ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഫോൺ നമ്പർ അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈം സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ വീഡിയോയിൽ ആ ഫോൺ നമ്പർ അവിടെ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കാണിക്കണമെങ്കിലോ ഇതെല്ലാം ആ സമയത്ത് അവിടെ ഡിസ്പ്ലേ ആയിട്ട് കിടക്കും. അത് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് എഫക്റ്റുകളുണ്ട്. ടെക്സ്റ്റ് എഫക്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീടുള്ളത് സൗണ്ടാണ്. അതായത് നമുക്ക് വേറൊരു സൗണ്ട് കൊടുക്കണമെങ്കിൽ, അത് നമ്മൾ ഷോർട്സിലൊക്കെ ചെയ്യുന്ന പോലെ വേറൊരു സൗണ്ട് കൊടുക്കണമെങ്കിലോ മ്യൂസിക് കൊടുക്കണമെങ്കിലോ സൗണ്ട് എഫക്റ്റ് കൊടുക്കണമെങ്കിലോ നമ്മുടെ തന്നെ സൗണ്ട് കൊടുക്കണമെങ്കിലോ സാധിക്കും. അതുപോലെ വോയിസ് ഓവർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് എനിക്ക് ഒരു കാര്യം ഒരു സമയത്ത് പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പറഞ്ഞത് ക്ലിയർ ആയില്ല,
അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് നമ്മുടെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നീട് ക്യാപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ക്യാപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ക്യാപ്ഷനായിട്ട് ത്രൂ ഔട്ട് വീഡിയോയിൽ എഴുതി കാണിക്കണം. അതായത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാപ്ഷൻ്റെ സ്ഥാനത്ത് എനിക്ക് നമ്മൾ പറയുന്ന ആ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്ത് യൂട്യൂബിലേക്ക് അയക്കുകയും യൂട്യൂബ് അത് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ചയച്ച് നമ്മുടെ വീഡിയോയിൽ ഫുള്ള് ത്രൂ ഔട്ട് ഞാൻ എന്ത് പറയുന്നോ, ഇപ്പോൾ ഈ പറയുന്ന ഭാഷയാണെങ്കിലും അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ ഒരു ഭാഷകളുണ്ട്. ഈ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ ക്യാപ്ഷനായിട്ട് എഴുതി കാണിക്കും. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ കാണിക്കുമ്പോൾ സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പോലെ ആ വീഡിയോയിൽ ഫുള്ള് എഴുതി കാണിക്കും. പിന്നീട് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് 16:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോ ആണ് യൂട്യൂബിനുള്ളത്. അത് 9:16 ആക്കാം, 1:1 ആക്കാം. അതപ്പോൾ സൈസ് കുറയും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ യൂട്യൂബിലേക്ക് ഇടുന്നതിന് മുൻപേ ഇത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഫ്രെയിം റേറ്റ് 30 FPS എന്ന് കൊടുക്കണം, ഫയൽ ഫോർമാറ്റ് MP4 എന്ന് കൊടുക്കണം, റെസൊല്യൂഷൻ ഹൈ കൊടുക്കണം. ഹൈയും ലോയും ഉണ്ട്. ഹൈ റെസൊല്യൂഷൻ കൊടുത്താൽ വീഡിയോ മറ്റൊരാൾ കാണുമ്പോൾ അതിന് നല്ല ക്ലാരിറ്റിയിലിരിക്കും. അതിന് 1080p എന്നാണ് പറയുന്നത്. 1080p സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഇത് അപ്ലോഡ് ടു യൂട്യൂബ് കുറച്ചൊരു ഡിലേ വരും. കാരണം അത് 0 മുതൽ 100% വരെ ആയി കഴിഞ്ഞിട്ടാണ് ഇത് ഫുള്ള് എക്സ്പോർട്ട് ആകാൻ വേണ്ടി റെഡി ആകുന്നത്. അതിനുശേഷം അപ്ലോഡ് ടു യൂട്യൂബ് എന്ന് താഴെ എഴുതി കാണിക്കും. ഈ അപ്ലോഡ് ടു യൂട്യൂബ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ ഇത് നേരെ യൂട്യൂബിലേക്ക് പബ്ലിഷ് ആവുകയാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റൊരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആകും. അങ്ങനെയാണ് യൂട്യൂബ് ക്രിയേറ്റ് എന്ന ആപ്ലിക്കേഷൻ വഴി നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ സെറ്റിങ്സ് ആണ്, എല്ലാവർക്കും പഠിക്കാനുള്ളതേ ഉള്ളൂ. മറ്റ് പല പ്രൈവറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തപ്പിപ്പോകുന്നതിലും നല്ലത് എൻ്റെ ഒരു അനുഭവം വെച്ച് യൂട്യൂബ് ക്രിയേറ്റ് വളരെ നല്ലതാണ്. അതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. മറ്റ് ആപ്ലിക്കേഷനുകളിലുള്ള സകല ഓപ്ഷൻസും അതിൽ കൂടുതലും യൂട്യൂബ് ക്രിയേറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ക്ലാരിറ്റി കുറവാണെങ്കിൽ അതിനിച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.